എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കോടതി രംഗങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ജഡ്ജി ഇപ്പോൾ വിശ്വനാഥനോടായി ചോദിക്കുന്നു, വിശ്വനാഥൻ, നിങ്ങളെ മനഃപൂർവ്വം ഈ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കോടതി നേരിട്ട് കേസെടുക്കും. എന്നാൽ ഇത് കേൾക്കുന്ന വിശ്വേട്ടൻ അത് വേണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കുറച്ചു കാലമെങ്കിലും ഇയാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തതാണ്. അന്നൊന്നും എന്നോട് മോശമായിട്ട് പോലും പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് ജഡ്ജിയോടായി അപേക്ഷിക്കുന്നു. ഇത് കേട്ടപാടെ ജഡ്ജി ശ്രീകാന്തിന്റെ നേർക്ക് തിരിയുന്നു. കണ്ടില്ലേ, ഇതിന്റെ പേരാണ് നന്മ. എന്നിട്ട് നിങ്ങളെന്താണ് കാണിച്ചു കൂട്ടിയത്? പണമുണ്ട് എന്ന് വിചാരിച്ച് എല്ലാമായിന്ന് കരുതല്ല്. അതില്ലാത്തവന് പോലും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റണം. ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ ഇല്ലാതാക്കേണ്ടത് കോടതിയുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ പണം മാത്രം ലക്ഷ്യം കണ്ട് പോലീസ് പോലും ഇതിന് കൂട്ടു നിൽക്കില്ലെന്ന് ഇനി ഉറപ്പുവരുത്തണം. അതിനുശേഷം എതിർകക്ഷി വക്കീലിനോടും ജഡ്ജി ആവശ്യപ്പെടുന്നുണ്ട്, കുറച്ചു മുമ്പ് നിങ്ങൾ ജൂനിയർ വക്കീൽ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? അതിനുശേഷം ജഡ്ജി വേദിയെ അഭിനന്ദിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് തുടരണമെന്നും ഇന്നത്തെ പ്രകടനം നന്നായി എന്നും ജഡ്ജി അറിയിക്കുന്നു. വിശ്വനാഥന് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് കോടതി ഉത്തരവിടുന്നു. കൂടാതെ ഇന്ന് കോടതി പിരിയുന്നതുവരെ ശ്രീകാന്ത് കോടതിക്കുള്ളിൽ തന്നെ ഇരിക്കണമെന്ന് ജഡ്ജി അറിയിക്കുന്നു. ഇങ്ങനെ വേദ കേസിൽ വിജയം കൈവരിക്കുന്നു. കോടതിക്ക് പുറത്തിറങ്ങിയ ശേഷം വേദയും ശ്രീകാന്തും തമ്മിൽ കാണുകയാണ്. വേദ ഇപ്പോൾ ശ്രീകാന്തിനോടെ ദേഷ്യത്തോടു കൂടി ഇന്ന് ചോദിക്കുന്നു, ഞാൻ വെറുമൊരു പെണ്ണാണെന്നല്ലേ പറഞ്ഞേ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇത്രയും പറഞ്ഞ ശേഷം വേദ അവിടെ നിന്ന് കടന്നു പോകുന്നു. അങ്ങോട്ടേക്ക് വരുന്ന വിക്രം ഇപ്പോൾ ശ്രീകാന്തിനോടായി ഒന്ന് പറയുന്നുണ്ട്. അവള് പണത്തിന്റെ കാര്യം അവതരിപ്പിച്ചുകൊണ്ട് കേസ് ജയിച്ചെന്നാ വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ലെന്ന് നമുക്കല്ലേ അറിയൂ. നിങ്ങളുടെ ജീവിതം തന്നെ തകർക്കാൻ കെൽപ്പുള്ളൊരു ബോംബ് നിങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കാര്യം അവൾക്കറിയില്ല. തലേ ദിവസം ശ്രീകാന്തിന്റെ ഓഫീസ് പരിശോധിക്കുമ്പോൾ വേദയുടെ ഒപ്പം വിക്രമും ഉണ്ടായിരുന്നല്ലോ. അന്നേ ദിവസം തന്നെ ഓരോ കാര്യങ്ങൾ അരിച്ചു പറക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീകാന്തും മറ്റൊരു പെണ്ണുമായുള്ള ഫോട്ടോ വിക്രമിന്റെ കയ്യിൽ കിട്ടുകയുണ്ടായി. അതൊന്നും വേദ കാണാതെ വളരെ സുരക്ഷിതമായി തന്നെ വിക്രം എടുത്ത് സൂക്ഷിച്ചു വെക്കുകയുണ്ടായി. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ശ്രീകാന്തിനോടായി വിക്രം സംസാരിക്കുന്നത്. വിക്രം ആ ഒരു ഫോട്ടോയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം അന്ന് തന്നെ ശ്രീകാന്തിനെ കാണാനായി വീട്ടിൽ ചെന്നിരുന്നു. ആദ്യം ശ്രീകാന്ത് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. എന്നാലും വിക്രം ശ്രീകാന്തിനോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് ചെന്ന് വിക്രവും ശ്രീകാന്തുമായി സംസാരിക്കുന്നതിനിടയിൽ വിക്രം പറയുകയുണ്ടായി, എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ആ പണം നിങ്ങൾ തന്നെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അത് കണ്ടെത്താൻ വേണ്ടി ഇന്നലെ തന്നെ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ കയറി പരതുകയുണ്ടായി. പക്ഷേ അവിടെ നിന്ന് എനിക്ക് ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഇത് കേൾക്കുന്ന ശ്രീകാന്ത് ദേഷ്യത്തോടെ, ഈ ഒരൊറ്റ കാരണം മതി നിന്നെ തൂക്കിയെടുത്ത് ജയിലിലിടാനായിട്ട്. എൻ്റെ ഓഫീസിൽ നീ അതിക്രമിച്ച് കയറിയല്ലേ? തനിക്കെന്തായാലും പണം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് വിശ്വേട്ടൻ്റെ കേസ് ഞാൻ വിടുകയാണെന്നും ഇനി അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ കോടതി തീരുമാനിക്കട്ടെ എന്നും വിക്രം ഇപ്പോൾ ശ്രീകാന്തിനോടായി പറയുന്നു. മാത്രമല്ല, എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത് മറ്റൊരു കേസ് കെട്ടിനെ പറ്റിയിട്ടാണ്. അതിനെപ്പറ്റി നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാമെന്ന് വിക്രം അഭിപ്രായപ്പെടുന്നു. അതിന് വഴങ്ങാതെ നിൽക്കുന്ന ശ്രീകാന്ത് വർഷയും ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ വിക്രം ഉച്ചത്തിൽ വിളിച്ച് പല കാര്യങ്ങളും പറയുന്നു. ഇത് കേട്ട് ഭയന്ന് കൂടുതലൊന്നും പറയാൻ അനുവദിക്കാതെ വിക്രമിനെയും കൂട്ടി ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ശ്രീകാന്ത് വിക്രമിനോടെ അപേക്ഷിക്കുന്നുണ്ട്, മറ്റാരും അറിയാതെ നീ ഇത് സൂക്ഷിക്കണം, വേദയോട് പോലും ഒന്നും പറയരുതെന്ന് പറയുമ്പോൾ വിക്രം വാക്കു കൊടുക്കുന്നു. മാത്രമല്ല, ഓഫീസിൽ നിന്ന് വിക്രം കണ്ടെടുത്ത ആ ഫോട്ടോയും കൂടെ തിരിച്ചു നൽകണമെന്നാണ് ശ്രീകാന്ത് ആവശ്യപ്പെടുന്നത്. ഇത് ആരെയും അറിയിക്കാതിരിക്കണമെങ്കിൽ തൻ്റെ വിശ്വേട്ടനെ പുറത്തിറക്കി തരണമെന്നാണ് വിക്രം ഭീഷണിപ്പെടുത്തുന്നത്. അതിനോടിപ്പോൾ ശ്രീകാന്തും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ പിറ്റേ ദിവസം കോടതി വളപ്പിൽ വെച്ച് വിക്രമും ശ്രീകാന്തും തമ്മിൽ കണ്ട് സംസാരിച്ചതായിരുന്നു. അന്നേ ദിവസം ഞാനും വേദയും കൂടി ആ ബാഗ് സ്റ്റോർ റൂമിലേക്ക് മാറ്റിയപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു നിങ്ങൾ പിന്നീടത് കണ്ടെത്തുമെന്ന്. എന്നാൽ അതിനു മുകളിൽ ചെക്ക് വെക്കാനായിട്ട് വിധി എനിക്കൊരവസരം തന്നു. താൻ തൻ്റെ ഭാര്യയും കുടുംബത്തെ ചതിക്കുന്നതിൽ എനിക്കെന്ത് ഛേദം? അതിനുശേഷം ആ ഫോട്ടോ ശ്രീകാന്തിന് തന്നെ വിക്രം കൊടുക്കുന്നു. കൂടാതെ ഇനി മേലാൽ എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെ നേർക്കോ എന്തെങ്കിലും കാര്യം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ നാട് മുഴുവൻ പരത്തുമെന്നും കൂടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തൊട്ടപ്പുറത്തായി മാറി നിൽക്കുന്ന വേദ ഇതെല്ലാം കാണുകയുണ്ടായിരുന്നു. വേദ ഇപ്പോൾ വിക്രമിനോട് ചോദിക്കുന്നു, എന്തോ കൊടുക്കുന്നത് കണ്ടല്ലോ, എന്തായിരുന്നു അത്? വിക്രം ഇപ്പോൾ എന്താണ് ശ്രീകേട്ടനുമായി സംസാരിച്ചതെന്ന് വേദ ചോദിക്കുമ്പോൾ, ഇന്ന് കോടതിയിൽ ജയിച്ചില്ലേ, അതിൻ്റെ സന്തോഷം പങ്കിട്ടാണെന്നാണ് വിക്രം മറുപടി പറയുന്നത്. എന്നാൽ ആ പേപ്പർ എന്താണെന്ന് വേദ ചോദിക്കുമ്പോൾ അത് വിശ്വേട്ടന് ജാമ്യം കിട്ടിയതിൻ്റെ പേപ്പറാണെന്നും ഒരു സുവനീർ പോലെ അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വിക്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും തന്നെ വീട്ടിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. വേദയും വിക്രമും വിശ്വേട്ടനും ശ്രീചേട്ടത്തിയും സുധാകരൻ മാഷും എല്ലാവരും തന്നെയുണ്ട്. തന്നെ പുറത്തിറക്കിയതിൻ്റെ പേരിൽ വിശ്വേട്ടന് ശ്രീചേട്ടത്തി ഇപ്പോൾ വേദയോട് നന്ദി പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം വേദയുടെ മിടുക്കല്ലേ എന്നാണ് ശ്രീചേട്ടത്തി ഇപ്പോൾ പറയുന്നത്. ആ കടപ്പാട് എന്നും ഞങ്ങൾക്കുണ്ടാവുമെന്നും ശ്രീചേട്ടത്തി പറയുന്നുണ്ട്.
അവരെല്ലാവരും കൂടി വീടിനകത്തേക്ക് വരുന്നത് കണ്ടപാടെ നന്ദിനി ഒന്ന് ചോദിക്കുന്നു, ഇതെന്താ വിശ്വേട്ടനെ അവർ വിട്ടോ? മറുപടിയെ ശ്രീചേട്ടത്തി, അതെന്താ വിശ്വേട്ടനെ പുറത്തു വിടില്ലെന്നാണോ കരുതിയത്? വേദയും ചോദിക്കുന്നുണ്ട്, വിശ്വേട്ടനെ ഇന്ന് പുറത്തിറക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതേന്ന് നന്ദിനി സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ജയിക്കുമെന്ന് കരുതിയിട്ടാണോ നന്ദിനിയെടുത്തി ഇങ്ങനെ വിചാരിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ വേദ ചോദിക്കുന്നത്. അതിനുശേഷം വിശ്വൻ വിനായകൻ എന്തിയെന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ടെന്നും ഒന്ന് വിളിക്കാമോ എന്നും നന്ദിനിയോടെ പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കമലയും വരുന്നത്. വിശ്വത്തെ കണ്ടപാടെ വിശ്വനെ കെട്ടിപ്പിടിച്ച് കമല കരയുകയാണ്. എന്നാൽ ഇത് കാണുന്ന സുധാകരൻ മാഷ് ഇപ്പോൾ വിശ്വത്തെ കെട്ടിപ്പിടിച്ച് കരയുകയല്ല വേണ്ടത്, മറിച്ച് വേദയെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇത് കേൾക്കുന്ന വേദ അങ്ങനെയൊന്നും വേണ്ടെന്നും ഞാൻ എൻ്റെ കടമ മാത്രമാണ് ചെയ്തത്. കുറേ പേർ ചേർന്ന് ഒരു പാവം മനുഷ്യനെ കേസിൽപ്പെടുത്താൻ ശ്രമിച്ചു, ഞാൻ അതിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ ഇത് കേൾക്കുന്ന സുധാകരൻ മാഷ് എതിർഭാഗത്ത് സ്വന്തം കുടുംബം തന്നെയായിരുന്നു, അതത്ര നിസ്സാരമൊന്നുമല്ലല്ലോ. അവസാന സമയത്ത് ശ്രീകാന്തിനെ കൊണ്ട് കേസിൽ നിന്ന് പിൻവാങ്ങിച്ചു എന്ന് പറയിച്ചില്ലേ, അത് വേദയുടെ മിടുക്ക് തന്നെയാണ്. അപ്പോൾ വേദ അറിയാതെ തലേദിവസം അവർ ഓഫീസിൽ കയറിയ കാര്യം പറയാൻ തുടങ്ങവേ തന്നെ വിക്രം അത് തടയുന്നുണ്ട്. വിശ്വേട്ടനെ പോലീസ് ഉപദ്രവിച്ചു എന്നാണ് വിക്രം അതിനായി ചോദിക്കുന്നത്. മറുപടി വിശ്വം, അവരെന്നെ ദേഹോദ്രവമൊന്നും ചെയ്തില്ല, പക്ഷേ അതിനും കൂടെ വേണ്ടി ഞാൻ മാനസികമായി ആകെ തകർന്നു കഴിയുകയായിരുന്നു എന്ന് അവരോട് എല്ലാവരോടുമായി പറയുന്നു. കൊല്ലങ്ങളോളം നീ അതെങ്ങനെ സഹിച്ച് ജയിലിൽ കഴിഞ്ഞു എന്നാലോചിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു വിക്രം എന്നാണ് ഇപ്പോൾ വിശ്വം പറയുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് വിനായകനും വരുന്നുണ്ട്. വിശ്വേട്ടനെ കണ്ടപാടെ, വിശ്വേട്ടൻ എത്തിയോ? ഞാനിന്ന് കോടതിയിൽ വരണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്ത് ചെയ്യാം, കുറച്ച് തിരക്കുകളിലായിപ്പോയി. ഇത് കേൾക്കുന്ന വിശ്വേട്ടൻ അത് സാരമില്ല എന്ന് പറയുന്നു. മറ്റൊന്നാണ് വിനായകനോട് വിശ്വേട്ടൻ ഇപ്പോൾ ചോദിക്കുന്നത്, ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? മറുപടി വിനായകൻ ഇല്ലെന്ന് പറയുന്നു. നിനക്കെതിരെ എപ്പോഴെങ്കിലും ഈ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടോ? അതിനും മറുപടി ഇല്ല ഏട്ടാന്നാണ് പറയുന്നത്. ഒരു പ്രയോജനവുമില്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്നവനാണ് ഞാനെന്ന് നീ നിന്റെ ഭാര്യയും പറഞ്ഞു നടന്നപ്പോൾ പോലും നിങ്ങൾക്കെതിരായി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേട്ട ശേഷം വിനായകൻ എന്തിനു വിശ്വേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് പറഞ്ഞു തീർത്തപാടെ വിശ്വനാഥൻ വിനായകന്റെ കർണത്ത് ആഞ്ഞടിക്കുന്നു. അടികൊണ്ട് വിനായകൻ താഴേക്ക് വീഴാൻ പോവുകയാണ്. ഒരാൾ കാരണമല്ലേ ആ ചിട്ടിക്കമ്പനിയുടെ പേരിൽ അങ്ങനെ ഒരു തെളിവുണ്ടായി ഞാനിപ്പോൾ കേസിലകപ്പെട്ട് കഴിയേണ്ടി വന്നതെന്നാണ് വിശ്വനാഥൻ ചോദിക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന വിനായകൻ ഇതൊന്നും താൻ അറിഞ്ഞുകൊണ്ടല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അത് വിശ്വസിക്കാൻ മാത്രം ആരും കൂട്ടാക്കുന്നില്ല. വിശ്വേട്ടൻ ഇപ്പോൾ പറയുന്നു, നിനക്ക് ഉറപ്പായും അത് വർഷയുടെ അച്ഛൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയില്ലേ നീ എന്നെ അവിടേക്ക് ചേർത്തത്? നിനക്ക് വേണ്ടുന്നത് വെറും കമ്മീഷൻ മാത്രം, അതിനുവേണ്ടി എന്ത് ചെയ്യും? ഇത് കേട്ടിട്ടും മറുപടിയൊന്നും പറയാതെ നിൽക്കുകയാണ് വിനായകൻ. നന്ദിനി ഇപ്പോൾ ഒന്ന് വിശ്വേട്ടനോടായി പറയുന്നു, ഇങ്ങനൊരു പദ്ധതിയിൽ ഞങ്ങൾ ചേർക്കാൻ നോക്കിയത് നിങ്ങൾക്കൊരു സേവിങ്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ, പക്ഷേ അതുപയോഗിച്ച് ഇവളുടെ ചേട്ടൻ ഇങ്ങനൊരു വളഞ്ഞ വഴി ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞോ? നന്ദിനി ഇപ്പോൾ പറഞ്ഞതെല്ലാം സത്യമാണെന്നാണ് വിനായകൻ പറയുന്നത്. എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ഇവളുടെ തലയിൽ പിടിച്ച് സത്യം ചെയ്യാമെന്ന് പറഞ്ഞ് നന്ദിനിയുടെ തലയിൽ കൈവെക്കുമ്പോൾ ആ കൈ തട്ടി മാറ്റുകയാണ് നന്ദിനി. ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നു. വേദ ഇത് കണ്ട ശേഷം നന്ദിനിയുടെ ചോദിക്കുന്നു, എന്താ എടുത്തി തല പൊട്ടിത്തെറിക്കും എന്ന് വിചാരിച്ചിട്ടാണോ? അമ്മ ഇപ്പോൾ എല്ലാവരോടുമായി ഒന്ന് പറയുന്നു, നിങ്ങളെല്ലാവരും ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കേ. വിശ്വം, നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഇപ്പോൾ ശ്രീചേട്ടത്തെയും വിശ്വനാഥനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെപ്പറ്റിയൊന്നും മനസ്സിൽ വെക്കേണ്ട, ഒന്നും പറ്റാതെ തന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റിയില്ലെന്നാണ് ശ്രീജ വിശ്വനോട് പറയുന്നത്. അതിനിപ്പോൾ ഈശ്വരനോട് നന്ദി പറയുകയാണെന്നും ശ്രീജ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിശ്വേട്ടൻ, ആദ്യം എന്നെ കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വിട്ടപ്പോൾ തന്നെ എൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയതായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ച് തിരിച്ച് പുറത്തേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേയല്ല. എന്നാലും വിനായകനും കൂടെ ചേർത്ത് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കേൾക്കുന്ന ശ്രീജ, അവന് ഒന്നും അറിയില്ലെന്നല്ലേ പറഞ്ഞത്? അല്ല, വിശ്വേട്ടൻ എന്താ വിചാരിക്കുന്നത്? വിനായകനും കൂടി ഇതിൽ പങ്കുണ്ടെന്നാണോ? അതിനെപ്പറ്റി തനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ലെന്നാണ് വിനായകൻ പറയുന്നത്. എനിക്കിപ്പോൾ എല്ലാവരെയും പേടിയാണ്. കുറച്ച് ദിവസം അകത്ത് കിടന്നപ്പോൾ എനിക്ക് ആ പേടി കൂടെ നിന്ന് ആരൊക്കെയാ ചതിക്കുന്നതെന്ന് ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും പോട്ടെ, അതിനെപ്പറ്റി ഇനി ആലോചിക്കേണ്ട, അത് വിട്ടുകളയാനായിട്ട് ശ്രീജ പറയുന്നു. ഞാനൊരു കാര്യം ഇപ്പോൾ നിന്നോടായി ചോദിച്ചോട്ടെ, ഏതെങ്കിലും നിമിഷം ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നീ വിചാരിക്കുകയുണ്ടായോ എന്ന് ശ്രീജയോടായി ചോദിക്കുന്നു. എന്തിനാ വിശ്വേട്ട ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? വിശ്വേട്ടനൊരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കും ഇവിടെ ഉള്ളവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ പുറത്തുള്ള നാട്ടുകാർക്കും സത്യാവസ്ഥ മനസ്സിലായി കാണില്ലേ എന്ന് വിശ്വനാഥൻ ചോദിക്കുമ്പോൾ, പിന്നെന്താ, ആര് ചോദിച്ചാലും നമുക്കിനി കാര്യം പറയാമല്ലോ. ഞാൻ ചോദിക്കാൻ കാര്യം മറ്റൊന്നുകൊണ്ടാണ്. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയുന്ന നാട്ടുകാരാണ്. അവർക്ക് ഞാൻ ഇപ്പോഴും കള്ളനാണെന്ന് വിശ്വസിക്കാനാണ് കൂടുതൽ താല്പര്യം. കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവരാരും വിശ്വസിക്കണമെന്നില്ല. അകത്ത് കിടക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി ഇതിനെക്കുറിച്ച് ഓർത്തായിരുന്നു. മോളുടെ സ്കൂളിൽ വല്ലതും ഈ വാർത്ത എത്തിക്കഴിഞ്ഞാൽ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് അവളെ കളിയാക്കില്ലെന്ന് ഓർത്തായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. മറുപടി ശ്രീജ, എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ വിശ്വേട്ട. ഇതിപ്പോൾ അധികം പേർ പോലും അറിഞ്ഞിട്ടില്ല. ഏട്ടൻ ഇപ്പം മറ്റൊന്നുകൂടിയാണ് ശ്രീജയോടെ പറയുന്നത്. ഞാൻ ലോക്കപ്പിൽ കഴിഞ്ഞപ്പോൾ പോലീസുകാർ കൂടി എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയുണ്ടായി.
നീ ഇനി ജീവിതകാലം മുഴുവൻ കള്ളൻ എന്ന പേരിൽ മാത്രമായിരിക്കും ജീവിക്കാൻ പോകുന്നതെന്ന്. ഇതിന് മറുപടി ശ്രീജ, വിശ്വേട്ടൻ വെറുമൊരു പാവമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കും അതെന്നാണ് ശ്രീജ ഇപ്പോൾ പറയുന്നത്. ഏതായാലും വേദ ഈ വീട്ടിലുള്ളത് വളരെ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇപ്പോൾ പുറം ലോകം കാണില്ലായിരുന്നു എന്നാണ് വിശ്വനാഥൻ ഇപ്പോൾ ശ്രീജയോടെ പറയുന്നത്. ശ്രീജ ഇപ്പോൾ മറ്റൊന്ന് വിശ്വനാഥനോടെ പറയുന്നുണ്ട്. പാവം, ആദ്യത്തെ ദിവസം വിശ്വേട്ടനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടപ്പോൾ ഞാൻ പോലും അവളോട് കുറച്ച് മോശമായിട്ട് പെരുമാറി. ഇതിന് മറുപടി വിശ്വേട്ടൻ, അവളെ കുടുംബത്തിൽ വന്നു കയറിയത് നമ്മുടെ മഹാഭാഗ്യമാണ് ശ്രീജയെ. അതേ വിശ്വേട്ട, അതിപ്പോൾ വിക്രം കൂടി മനസ്സിലാക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്ന് ശ്രീജ പറയുന്നു. നോവിക്കോ ശ്രീജയെ, അവർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉടനെ തന്നെ മാറുമെന്ന് വിശ്വൻ ഇപ്പോൾ ശ്രീജയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് സാധിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.